ഹായ്. എന്താ എല്ലാവർക്കും വൈകുന്നേരമായിട്ട് പരിപാടി? ഞങ്ങളിവിടെ അന്താക്ഷരി കളിച്ചുകൊണ്ടിരിക്കുക. നമുക്കിന്ന് കുറേ കുട്ടിപ്പട്ടാളങ്ങളുണ്ട്. കണ്ടോ? ഇതൊക്കെ നമ്മുടെ ബൈജുവേട്ടൻ്റെ ഏട്ടൻ്റെയും അനിയൻ്റെയൊക്കെ കുട്ടികളാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും ഇവിടെ അടുത്തടുത്താ വീട്. അപ്പോൾ ഇതുപോലെ ഒഴിവ് ദിവസങ്ങളിൽ എല്ലാവരും കൂടി ഇതുപോലെ കളിക്കും. ഇപ്പം ഇന്ന് ഓടി കളിക്കാൻ പാകമല്ല. ഏട്ടൻ ഇവിടെ പെയിൻ്റ് അടിക്കുന്നുണ്ട്. കാണിച്ചുതരാം. മുറ്റമ്പണിക്കുള്ള കമ്പികളൊക്കെ ഏട്ടൻ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകാരണം കുട്ടികൾക്ക് ഇവിടെ ഓടി കളിക്കാനുള്ള വഴിയില്ല. അത് സുജേഷേട്ടൻ ഹായ് പറയേ. സുജേഷേട്ടൻ ബൈജുവേട്ടൻ്റെ അനിയനാണ്, അതായത് ചെറിയമ്മയുടെ മോൻ. ഇത് അവരുടെ ചെറിയ മോളാണ്. ഇവർ രണ്ടുപേരും ടിൻസാണ് അല്ലേ? ഹായ് പറ. പേര് പറ. ആമിക. ഇത് വേറൊരു അനിയൻ്റെ മോളാണ്, അതായത് ചെറിയച്ഛൻ്റെ മോളാണ്. പേര് പറഞ്ഞു. ചാരു എന്ന് വിളിക്കും. ഇത് നമ്മുടെ മീനു. ഇത് കുഞ്ഞി. അയ്യേ കുഞ്ഞിക്ക് നാണമല്ലേ. അപ്പൊ ഇവര് അന്താക്ഷരി കളിക്കുക. നമുക്കും കൂടിയാലോ? തുടങ്ങാം. ആ പേര് അക്ഷരം കൊടുക്കാം നമുക്ക്. ആ അങ്ങുവാനക്കോണില് നിന്നു നിന്നൊരമ്മില് അമ്പിളിക്കുള്ളില് ചോര കൺമുയൽ ഇങ്ങു നീലത്തുരത്തില് നീർപ്പടപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമ കുഞ്ഞനോ ആമ കുറുമ്പനെന്ന് നെഞ്ചത്തെ വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കേറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. താരക്കൊടുത്തുള്ളൊരാൾ ചെലുക്കും വെറ്റില ചെല്ലത്തിലോ. ഭൂമിയെ പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ. കല കേട്ട് മെല്ലെ ചിരിപ്പൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ കലരാതെയോ. അടിപൊളി അടിപൊളി അടിപൊളി. പുലരാം നേരം ജനവാതിൽക്കൽ പുതുതായി എത്തും കിളി ചൊല്ലി അറിയാ നാട്ടിൽ പൊഴിയും മഞ്ഞിൽ തിരയോ നിന്റെ വടി. അവിടെയും തട്ടി ഇവിടെയും തട്ടി ഒരു പൂക്കൊമ്പിൽ ചേക്കേറി നഗരം തുന്നിയ മഴവിൽ പാതയിൽ തിരയോ നിന്റെ ഗതി. രാവു പകലോരോ നേരത്ത് ഓർമ്മയുടെ ഓളം നീന്തിട്ട് ഓടിയരികാരോ വന്നില്ലേ. വിഴിയൊന്ന് തിളങ്ങിയില്ലേ. അടിപൊളി അടിപൊളി അടി. കൈയടിക്കുക, എല്ലാവരും കൈയടിക്കുക. നമ്മുടെ ബ്രദേഴ്സിന് കൊടുക്കാം അല്ലേ? അപ്പൊ സുജേഷ് ചേട്ടനൊരു പാട്ട് പാടും. ഇവരെല്ലാവരും നമ്മൾ ട്രിപ്പ് പോകുന്ന സമയത്തേ ബസ്സിലിങ്ങനെ അടിച്ചു പൊളിച്ച് പാട്ട് പാടുന്ന ടീമാണ് കേട്ടോ. കേക്കാം. ഞാൻ ഒരു കവിതയാണ് ചൊല്ലാൻ. VT മുരളി പാടി പ്രശസ്തമായ സുഗതമ്മ ടീച്ചറിലാണോ സംശയമുണ്ട്, അത് ഉറപ്പില്ല. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി മഴുതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയാ ചിറകു ചെറുതിളക്കി. നോവുമെന്നോർത്തു പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ടു പാടിടുമ്പോൾ ഉണരുമീ ഗാനമൊന്നേറ്റു പാടാൻ ദൂരെ ഇണയില്ല, കുട്ടിന്നു കിളികളില്ല. മതി. ഇനി നമുക്ക് ഏട്ടനോട് പറയാം. ഏട്ടൻ ഒരു പാട്ട് പാടാനേ. സുഹൃത്തെ ഒരു പാട്ട് പാടുവോ? ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ഇഷ്ടായോ ചേക്ക്? കുട്ടികൾ ഒരു പാട്ടും കൂടെ ഉണ്ട്, എത്രയും നമുക്ക് കാണാം. ഞാനൊരു മാന്ന് വെച്ച അക്ഷരം കൊടുക്കുന്നു. പാടിക്കോളൂ. കുഞ്ഞിപ്പെണ്ണ് പാടുന്നുണ്ടോ? ഇല്ല, അറിയില്ല പാട്ട്.
ആ എന്നാ ചേച്ചിമാർക്ക് അറിയാം. ആ അങ്ങോട്ട് വെള്ളരിക്കിണ്ടത്തിലെന്തുണ്ട് പശുവിന്റെ പാലുണ്ട് പുസ്തകത്താണിയിലൊത്ത കിനാവിന് പത്തരമാറ്റുണ്ട് മിന്നാ മിന്നി ഇത്തിരി പൊന്നി മിന്നണതെല്ലാം പൊന്നല്ല കണ്ണാ തുമ്പി കാഞ്ചന തുമ്പി കാതിൽ കേട്ടത് പാട്ടല്ല ഒന്നാമത്തെ തോണിയിലേറി ഒന്നാലങ്കിളി വന്നിറങ്ങുമ്പോൾ തന്നീടാമൊരു കുഞ്ഞോല. മിഠായിയോ? ഹായ് പറയ്, ഹായ് പറയ്. എന്നാ പേര് പറയ്. ആ പേര് സതീഷ്. നമ്മുടെ ഇവിടെ പന്തലൂർ റോട്ടിലാണ് അവരുടെ വീട്. അപ്പൊ അവരുടെ റിലേറ്റീവ് ഉണ്ട് ഇവിടെ. അപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക അല്ലേ. ശരി, മഴ വരുന്നതിന്റെ മുന്നേ പോക്കോളൂ. അമ്മ അകത്തുണ്ട്. അവിടെ പിന്നെ എല്ലാവരും ഉണ്ട്. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. കയറുന്നുണ്ടോ? ഞാൻ ചായ ഉണ്ടാക്കി തരാം. കയറുന്നോ? ചായ ഉണ്ടാക്കി തരാം. ആ അപ്പം ഇന്ന് ഞാൻ എല്ലാവർക്കും ചായ ഉണ്ടാക്കി കൊടുക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും വീഡിയോ കണ്ട് അഭിപ്രായം പറയണം കേട്ടോ. നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് ഫുൾ വീഡിയോ.